കേരള സർക്കാർ സംഘടിപ്പിച്ച സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ അഭിപ്രായ പ്രകടനം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് സിനിമ നിർമ്മിക്കാൻ പണം നൽകുന്നതിന് മുമ്പ് അവർക്ക് 3 മാസത്തെ തീവ്ര പരിശീലനം നൽകണം, അതിനുശേഷമേ പണം നൽകാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വന്നതിന്റെ സാരം, പട്ടികജാതി ജനവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് ജന്മന യാതൊരു കഴിവുമില്ല, അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പുറമേയുള്ള സഹായം കൂടിയേ തീരൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ കഴിവില്ലാത്തവരാണെന്നും അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പരസഹായം ആവശ്യമാണ് എന്നതുമാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരൊഴികെ മറ്റ് ജനവിഭാഗങ്ങൾക്കെല്ലാം യാതൊരു പരിശീലനവുമില്ലാതെ എല്ലാം ചെയ്യാൻ കഴിയുമെന്നും അവർക്ക് പരിശീലനമില്ലാതെ യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇത് ഒരു വിഭാഗത്തെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടേ കാണാൻ കഴിയുള്ളൂ. അത് പട്ടിക വിഭാഗം എന്നൊന്നുമില്ല. ഞങ്ങളെപ്പോലെയുള്ള ചില ആൾക്കാർക്കാണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളാണ് കഴിവുള്ളവർ, ഞങ്ങളല്ലാതെ മറ്റുള്ളവർ കഴിവില്ലാത്തവരാണ്, നിങ്ങൾ ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കേണ്ടവരാണ് എന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറയുന്നത്. അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാണ് സിനിമ എടുത്തത്. എന്നാൽ ഡോക്ടർ ബിജുവിനെ പോലെയുള്ള സിനിമ സംവിധായകർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കാതെ ആണ് സിനിമ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സിനിമകൾക്കും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം, ദേശീയ തലത്തിൽ അംഗീകാരം, സംസ്ഥാന തലത്തിൽ അംഗീകാരം ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാതെ സിനിമ എടുക്കാൻ കഴിയുന്ന ഡോക്ടർ ബിജുവിനെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉള്ളപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച ശേഷം സിനിമ എടുത്ത ഒരാൾ ഇങ്ങനെ വിമർശിക്കുന്നത് എന്നത് ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. എത്ര പരിശീലനവും എക്സ്പീരിയൻസും ഉണ്ടെങ്കിലും ഒരു സ്റ്റേജിലേക്ക് കയറുമ്പോൾ പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ള ഒരു സമൂഹമാണ് മുന്നിലിരിക്കുന്നത് എന്നുള്ള ധാരണ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർക്ക് വേണം. കഴിഞ്ഞ തലമുറയേക്കാൾ കൂടുതലായി ബ്രോഡ് മൈൻഡഡായി ചിന്തിക്കാൻ കഴിയുന്ന അറിവുള്ള സമൂഹമാണ് മുന്നിലിരിക്കുന്ന ഒരു ധാരണ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവരും മുന്നിലിരിക്കുന്നവരോട് സംസാരിക്കാൻ പോകുമ്പോൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ജന്മം കൊണ്ട് മുൻനിരയിൽ വന്നവർ മാത്രം മുന്നിൽ നിന്നാൽ മതി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ജന്മം കൊണ്ട് മുൻനിരയിൽ നിൽക്കാൻ കഴിഞ്ഞ അർജുനനും ദുര്യോധനനും മാത്രമല്ല ഇവിടെ ഉള്ളത്. കൂടുതൽ ജാഗ്രതയോടുകൂടി പിൻസീറ്റിലിരിക്കുന്ന കർണനെയും ഏകലവ്യനെയും കൂടി നേരിടേണ്ടി വരുമെന്ന ധാരണ ഇങ്ങനെ സ്റ്റേജുകളിൽ കയറി സംസാരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവണം.